സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം പഞ്ചാബി ഹൗസ് സിനിമാ മോഡലിൽ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി നാടുവിട്ടയാളെ കണ്ടെത്തി പോലീസ്. ഗുജറാത്ത് സ്വദേശിയായ ഹുനാനി സിറാജ് അഹമ്മദ് ഭായാണ് ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തിയത്. ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയെ പറഞ്ഞ് ധരിപ്പിച്ച ശേഷം ഇയാൾ നാടുവിടുകയായിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ 3 ദിവസമാണ് ഭാരതപ്പുഴയിൽ തെരച്ചിൽ നടത്തിയത്. ഭവ്യ ശരിയാണ്. ഭവ്യ, നമ്മൾ ഈ പഞ്ചാബി ഹൗസിലെ ദിലീപിൻ്റെ കഥാപാത്രം ഏതാണ്ട് സമാനമായി തന്നെയാണ് കാര്യങ്ങൾ നടത്തിയത്. പിന്നീട് ഇയാളെ ബോട്ടിലൂടെയൊക്കെ നമ്മൾ കണ്ടതും വലയിൽ കുടുങ്ങിയതുമൊക്കെ വലിയ ചിരി ഉയർത്തിയതാണ്. ഇപ്പോൾ സമാനമായി തന്നെ ഇയാൾ അനുകരിച്ചതാണോ? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മലയാളത്തിൻ്റെ ജനപ്രിയ ചിത്രമാണ് പഞ്ചാബി ഹൗസ്, നമുക്കറിയാം. അതിലെ നായകൻ കടം കയറി കടലിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ദിലീപിനെ, ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ മറന്ന മലയാളികൾ ഉണ്ടാവില്ല. എല്ലാവരുടെയും മനസ്സിൽ ചിരി പകർത്തിയൊരു കഥാപാത്രമാണ്. ആ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രം പിന്നീട് മറ്റൊരു നാട്ടിൽ ചെന്ന് അവിടെ മറ്റൊരു പേരിൽ ജീവിച്ച് നമ്മൾ കണ്ടതാണ്. സമാനമായ സംഭവം തന്നെയാണ് ഇവിടെയും നടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഈ ഗുജറാത്ത് സ്വദേശിയായ ഹുനാനി സിറാജ് അഹമ്മദ് ഭായ് എന്ന യുവാവാണ്. സെപ്റ്റംബർ 17 അയാൾ ഗുജറാത്തിൽ നിന്ന് ഷൊർണൂരിലെത്തുന്നത് തന്നെ കുറച്ച് റബ്ബറുമായി ബന്ധപ്പെട്ട് കുറച്ച് കച്ചവടം നടത്താൻ വേണ്ടിയാണ് അയാൾ കേരളത്തിലേക്ക് വരുന്നത്. പക്ഷേ വന്ന സമയത്ത് തന്നെ പുള്ളിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ആ കടത്തിന് പുറമെ റബ്ബറുമായി ബന്ധപ്പെട്ട് കുറച്ച് കച്ചവടം നടത്താനെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് ആളുകളെ കാണുന്നു. പക്ഷേ അയാൾ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും പറയുന്നു രൊക്കം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നടത്താൻ അയാളെ സഹായിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തിക ഭദ്രത തൻ്റെ കയ്യിൽ ഉണ്ടാകുന്നില്ല. തിരിച്ചാണെങ്കിൽ നാട്ടിലേക്ക് പോകാനും സാധിക്കാത്ത സാഹചര്യമാണ്. ഗുജറാത്തിലേക്ക് തിരിച്ച് പോകാനും സാധിക്കാത്ത സാഹചര്യമാണ്. കാരണം 50 ലക്ഷത്തോളം രൂപയുടെ കടം ഇയാൾക്ക് ഗുജറാത്തിലുണ്ട്. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനും വയ്യ, ഷൊർണൂരിൽ തുടരാനും വയ്യ എന്നുള്ള സാഹചര്യം വന്ന സമയത്ത് ഇയാൾ കണ്ടെത്തിയ വഴിയാണ് പഞ്ചാബി ഹൗസിലെ ഉണ്ണികൃഷ്ണൻ്റെ അതേ മാതൃക സ്വീകരിക്കുക എന്നുള്ളത്. ഇതിനയാൾ കണ്ടെത്തിയത് വഴി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുക. അതിനായി ഭാരതപ്പുഴയ്ക്ക് സമീപം എത്തുന്നു. ഭാര്യയെ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നു. പിന്നെ ഭാര്യയ്ക്കും വീട്ടുകാർക്കും ഇയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് വന്ന ഇയാളുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് ആവട്ടെ 3 ദിവസം, പോലീസും അഗ്നിരക്ഷാസേനയും ഫയർഫോഴ്സും തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ചേർന്ന് 3 ദിവസം ഇയാൾക്ക് വേണ്ടി ഭാരതപ്പുഴയിൽ പെടാപ്പാട് വിടുകയാണ്. ഇയാൾക്കായി തിരച്ചിൽ നടക്കുകയാണ്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പിന്നീടാണ് ഈ ഉദ്യോഗസ്ഥർക്ക്, അധികൃതർക്ക് മനസ്സിലാകുന്നത് ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കാൻ ഭാരതപ്പുഴയിൽ ചാടാനുള്ള സാധ്യത ഇല്ല എന്ന്. ഇതിനെ തുടർന്ന് വീണ്ടും ഇയാൾക്കായുള്ള അന്വേഷണം നടക്കുന്ന സമയത്താണ് ബാംഗ്ലൂരിൽ ഇയാൾ ഒരു യൂബർ ഡ്രൈവറായി മറ്റൊരു പേരിൽ ജോലി ചെയ്തു വരികയാണെന്നുള്ള വിവരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നത്. അവിടെ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. എന്തായാലും താൻ ജീവനോടെ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാട്ടിലുള്ള 50 ലക്ഷത്തിൻ്റെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള അതിബുദ്ധിയാണ് ഇയാളെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചതും. ഈ ഹുനാനി സിറാജിന് ഭവ്യ ഗുജറാത്ത് സ്വദേശിയാണ്. ഇയാൾ മലയാളം നന്നായി അറിയാവുന്ന ആളായിരിക്കും അല്ലേ? പഞ്ചാബി ഹൗസ് സിനിമ കണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം മലയാളം കൂടെ അറിയണമല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, അത്തരത്തിൽ മലയാളം ഇയാൾക്ക് അറിയാമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും ഷൊർണൂർ തിരഞ്ഞെടുത്തതും. ഇയാൾക്ക് റബ്ബറുമായി ബന്ധപ്പെട്ടുള്ളൊരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി ഇയാൾ ഇവിടെ വരികയായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ആളുകളെ ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ആരും ഡയറക്റ്റ് ഇയാൾക്ക് ക്യാഷ് കൊടുക്കാൻ തയ്യാറായില്ല. പകരം മുഴുവൻ പണവും നൽകുകയാണെങ്കിൽ മാത്രമേ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയുള്ളൂ എന്ന ആളുകൾ പറഞ്ഞതിനെ തുടർന്നാണ് ഇയാൾക്ക് മറ്റൊരു രക്ഷയുമില്ലായത്. അതിനെ തുടർന്നാണ് ഇയാൾ ഇത്തരത്തിലൊരു നാടകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. പക്ഷേ അത് ഇയാളുടെ ഒരു അതിബുദ്ധിയായി. നമ്മൾക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പഞ്ചാബി ഹൗസിലെ ഉണ്ണികൃഷ്ണനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അതും സമാനമായ സാഹചര്യമായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ ഒരു പ്രത്യേകതയുണ്ട്. ഉണ്ണികൃഷ്ണൻ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് കടലിൽ ചാടിയത്. പക്ഷേ ഇവിടെ ഈ ഹുനാനി ബാബു എന്ന ആൾ ആത്മഹത്യ ചെയ്തിട്ടില്ല. പകരം തൻ്റെ സ്വന്തം ഭാര്യയെ അടക്കം താൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്ത് പറ്റിച്ച് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു നാട്ടിൽ മറ്റൊരു പേരിൽ ജീവിക്കുകയായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനങ്ങൾ, ഫയർഫോഴ്സ് ആവട്ടെ, പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ, മറ്റ് റെസ്ക്യൂ സംവിധാനങ്ങളാവട്ടെ, എല്ലാവരും 3 ദിവസമാണ് ഇയാളുടെ ബന്ധുവിൻ്റെ പരാതിയിൽ ഇയാൾ മരണപ്പെട്ടു എന്ന് കരുതി ഇയാളുടെ മൃതദേഹത്തിനായി അല്ലെങ്കിൽ ഇയാളെ രക്ഷപ്പെടുത്താനായി ഭാരതപ്പുഴയിൽ 3 ദിവസത്തെ തിരച്ചിൽ നടത്തിയെന്നാണ് ഏറെ
പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇയാളെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. രഞ്ജിത്ത്, ഇത്തരത്തിലുള്ള പല സിനിമകളും പലർക്കും പ്രചോദനമാകുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. പഞ്ചാബി ഹൗസ് മോഡലിൽ ആത്മഹത്യ ചെയ്തുവെന്ന് കുടുംബത്തെ ധരിപ്പിച്ച് നാടുവിട്ട ബിരുദൻ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. ഭവ്യയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.